കഥയാണ് അക്ബർ ചക്രവർത്തിയുടെ കഥ. തൻ്റെ രാജ്യത്തെ ഏറ്റവും വലിയ 4 വിഡ്ഢികളെ ആദരിക്കുവാൻ തീരുമാനിച്ചു അത്രേ അക്ബർ ചക്രവർത്തി. 4 വിഡ്ഢികളെ കണ്ടെത്തുവാൻ ബീർബലിനെ ചുമതലപ്പെടുത്തി. അക്ബറിൻ്റെ കൊട്ടാരത്തിലെ വിദൂഷകനായിരുന്നു ബീർബൽ. വിഡ്ഢികളെയും തേടി ഇറങ്ങി ബീർബൽ. വഴിയിൽ ഒരാളെ കണ്ടുമുട്ടി. അയാൾ ഒരു കഴുതപ്പുറത്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കഴുതപ്പുറത്ത് ഇരിക്കുന്ന അയാളുടെ തലയിൽ വലിയ ഒരു ചുമടുണ്ട്. അത് കണ്ട ബീർബൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ചുമട് എന്തിനാണ് താങ്കൾ തലയിൽ വെച്ചിരിക്കുന്നത്? അതുകൂടി കഴുതപ്പുറത്ത് വെച്ചുകൂടെ? അപ്പോൾ ആ യാത്രികൻ പ്രതികരിച്ചു, എന്നിട്ട് വേണം എൻ്റെ കഴുതയ്ക്ക് അതും കൂടി താങ്ങാനുള്ള ദുർഗതി ഉണ്ടാകുവാൻ. ബീർബലിന് മനസ്സിലായി, ഒന്നാമത്തെ വിഡ്ഢി ഇയാൾ തന്നെ. അയാളെ ഒന്നാമനായി ബീർബൽ തിരഞ്ഞെടുത്തു. പിന്നെ രണ്ടാമനായി കിട്ടിയത് വിളക്കുകാലിൻ്റെ ചുവട്ടിൽ നഷ്ടപ്പെട്ട തൻ്റെ മോതിരം തിരയുന്ന മറ്റൊരാളെയാണ്. അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ തിരയാൻ നിങ്ങളുടെ മോതിരം ഇവിടെയാണോ നഷ്ടപ്പെട്ടത്? അയാൾ പറഞ്ഞു, അല്ല, എൻ്റെ മോതിരം നഷ്ടപ്പെട്ടത് വീട്ടിലാണ്, പക്ഷേ അവിടെ തിരയാൻ മാത്രം വെളിച്ചമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തിരയുന്നത്. ബീർബലിന് സന്തോഷമായി, കാരണം രണ്ടാമത്തെ പടുവിഡ്ഢിയെയും കയ്യിൽ കിട്ടി. കിട്ടിയ രണ്ടാളുമായി അക്ബറിൻ്റെ രാജധാനിയിലേക്കെത്തി ബീർബൽ. അക്ബർ സ്വാഭാവികമായും ചോദിച്ചു, എവിടെയാ മൂന്നാമനും നാലാമനും? തെല്ല് സങ്കോചത്തോടെ ബീർബൽ പറഞ്ഞു, മൂന്നാമനും നാലാമനും ഞാനും അങ്ങും തന്നെയാണ് പ്രഭോ. ഒന്ന് പുളഞ്ഞുപോയി ആ മറുപടി കേട്ടപ്പോൾ അക്ബർ. ഉടനെ വന്നു ബീർബലിൻ്റെ വിശദീകരണം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. പ്രജകളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ചടുലമായ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കി നടത്താനുണ്ട്. അതെല്ലാം ഉള്ളപ്പോൾ ഞാനും നിങ്ങളും വിഡ്ഢികളെയും അന്വേഷിച്ച് നടക്കുകയാണല്ലോ. അതുകൊണ്ട് സത്യത്തിൽ മൂന്നാമത്തെയും നാലാമത്തെയും അല്ല, ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഡ്ഢികൾ ഞാനും അങ്ങും തന്നെയാണ്. അസ്സലാം.